അപ്പോൾ UT-യിൽ നിന്ന് ഇവനെ ഇറക്കിക്കൊണ്ട് വന്നു. വന്നവൻ പെട്ടെന്ന് വയറിന് പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ജയിലിൽ ഉണ്ടായിരുന്ന വാർഡൻ പറഞ്ഞു ശരി പോയിട്ട് വരുമെന്ന് പറഞ്ഞു. ഇയാൾ പോകുന്ന വഴി ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉടുമുണ്ട് ഇയാൾ ഇതിനകത്ത് കയറ്റി വസ്ത്രത്തിനകത്ത് എടുത്ത് ഒളിപ്പിച്ച് കൊണ്ടുപോയി, ചുരുട്ടി ഒളിപ്പിച്ച് കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ എടുത്ത് ഹാങ് ചെയ്യായിരുന്നു. അയാളുടെ വെയിറ്റ് മൂലം പെട്ടെന്ന് തന്നെ സെക്കൻഡ്സിനിടയിൽ തന്നെ അയാൾക്ക് ലോക്ക് കറക്റ്റായി വീഴുകയും ഇയാളുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഒരു ജയിൽ വാർഡൻ ഓടി വരികയും സെല്ലിനകത്ത് ഇയാളെ താങ്ങി നിർത്തി കുറച്ച് നേരം താങ്ങി നിർത്തി. ഇയാൾക്ക് CPR കൊടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ തന്നെ ഇയാളുടെ ഈ പറയുന്ന പോലെ അബ്നോർമൽ ആയി പോവുകയായിരുന്നു. ഇയാളുടെ ബോധം നശിച്ചു പോവുകയായിരുന്നു. പിന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം അവിടെ മെഡിക്കൽ ബോർഡ് കൂടിയതിന് ശേഷം, മെഡിക്കൽ ബോർഡ് കൂടുന്നതിന് മുമ്പ് ഡോക്ടേഴ്സ് അവിടെ ഒരു വിലയിരുത്തൽ നടത്തുകയുണ്ടായി. വിലയിരുത്തൽ നടത്തുന്നതിന് മുമ്പാകെ അവരവിടെ ഈ അഫാൻ്റെ മെഡിക്കൽ ICUവിലേക്ക് ചെല്ലുകയും അഫാൻ എന്ന് പേരെടുത്ത് വിളിച്ചപ്പോൾ ഇയാളുടെ കണ്ണ് ചലിക്കുകയും ചെയ്തു. പിന്നീട് ഇടത്തേക്ക് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞ് ഇടത് നിന്ന് വിളിച്ചപ്പോൾ ഇയാളുടെ കണ്ണിൻ്റെ കൃഷ്ണമണി ഇടത് ഭാഗത്തേക്ക് വരികയും വലത് നിന്ന് വന്ന് ഡോക്ടേഴ്സ് വിളിച്ച് ഇങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ വലത് ഭാഗത്തേക്ക് വരികയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയിൽ അയാളുടെ വെന്റിലേറ്റർ നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ സപ്പോർട്ടിംഗ് ആയിട്ട് ഓക്സിജൻ കൊടുക്കുന്നുണ്ട്.